Dear friends, you are welcome to Historia. Historia പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പോലെ തന്നെ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും 5 പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളുമായി വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഞാൻ പറയണം നമ്മൾ ഇങ്ങനെ ഒരു രീതി ചോദ്യങ്ങളും ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളും എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ മുന്നേ പറഞ്ഞ അതേ കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. നമ്മൾ പ്രിലിംസ് എക്സാം ഉണ്ട്, അത് കഴിഞ്ഞാൽ മെയിൻ എക്സാം ആണ്. അപ്പോൾ അവിടെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് രീതിയിലെ ചോദ്യങ്ങളാണ് വരിക. അപ്പോൾ അതുകൊണ്ട് പ്രിലിംസ് എക്സാമിനും മെയിൻ എക്സാമിന് രണ്ടിനും കൂടി ഗുണം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ അതിൻ്റെ അനുബന്ധമായ കാര്യങ്ങൾ അങ്ങനെ 5 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അപ്പോൾ ആ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതിനനുബന്ധ കാര്യങ്ങളും പഠിക്കുമ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള 5 ചോദ്യങ്ങളാകുമ്പോൾ വ്യത്യസ്തമായ ടോപ്പിക്കുകളും വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റുകളും ഒരേ ക്ലാസ്സിൽ തന്നെ പഠിച്ചു തീർക്കാൻ വേണ്ടിയാണ് നമ്മൾ വ്യത്യസ്ത സബ്ജക്റ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള 5 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളും പഠിക്കും. നമുക്ക് ഒരേ സമയം 2 എക്സാമുകൾക്കും ഗുണം ചെയ്യാനും പ്രിലിംസ് എക്സാമിനും അത് കഴിഞ്ഞ് വരുന്ന മെയിൻ എക്സാമിന് പുതിയ പാറ്റേൺ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസറും കൂടി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു രീതി അവലംബിക്കുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇന്നും നമ്മൾ 5 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, ഉത്തരങ്ങളാണ്, അതിൻ്റെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അത് നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ പുറത്താക്കുന്നത് ആരാണ്? സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ പുറത്താക്കുന്നത് ആരാണ്? ഇതാണ് ചോദ്യം. ഓർത്തിക്കുക, സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ പുറത്താക്കുന്നത് ഇംപീച്ച്മെന്റിലൂടെ പാർലമെന്റാണ് പുറത്താക്കുന്നത്. ആരാണ്? പാർലമെന്റാണ് സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ പുറത്താക്കുന്നത്. ആ പ്രോസസ്സ് നമ്മൾ പറയുന്നത് ഇംപീച്ച്മെന്റ് ആണ്. ആർട്ടിക്കിൾ 61 ഇംപീച്ച്മെന്റ് ബൈ ആർട്ടിക്കിൾ 61 ഇംപീച്ച്മെന്റുമായി ബന്ധപ്പെട്ട ഭരണഘടന ആർട്ടിക്കിൾ. റിയലി ഇംപീച്ച്മെന്റ് എന്ന ഒരു പ്രോസസ്സ്, ഇംപീച്ച്മെന്റ് എന്ന ഒരു വാക്ക് ശരിക്കും ആ വേർഡ്സ് പൊതുവായിട്ട് നമ്മൾ രാഷ്ട്രപതിക്കാണ് ഉപയോഗിക്കുക. സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ പുറത്താക്കുന്നത് റിമൂവൽ എന്ന വാക്ക് ഉപയോഗിക്കുക. റിമൂവൽ. ഗവർണർമാരെ പുറത്താക്കണമെങ്കിൽ അവരെ പുറത്താക്കില്ല, ഗവർണർമാരെ തിരിച്ചു വിളിക്കുക ചെയ്യുക. കാരണം ഗവർണർമാരെ നിയമിക്കുന്ന കേന്ദ്രമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തിരിച്ചു വിളിക്കുക. അപ്പോൾ റീകോൾ ഓഫ് ഗവർണർ എന്ന് ഉപയോഗിക്കുക. റീകോൾ ഓഫ് ഗവർണേഴ്സ്, ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ്, റിമൂവൽ ഓഫ് ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോടതി ജഡ്ജസ്, അങ്ങനെയാണ് പൊതു ഉപയോഗിക്കുക. പക്ഷെ നമ്മൾ ഇന്ത്യയിൽ മൊത്തത്തിൽ എല്ലാറ്റിനെയും നമ്മൾ എന്താ പറയാറുണ്ട്? ഇംപീച്ച്മെന്റ് എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നു. സോ അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രപതിയെയും ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജിമാരൊക്കെ പുറത്താക്കുന്നത് ആരാണ്? പാർലമെന്റാണ് പുറത്താക്കുന്നത്. ആ പുറത്താക്കുന്ന പ്രോസസ്സിന് നമ്മൾ പറയുന്നത് ഇംപീച്ച്മെന്റ് എന്നാണ്. ഇംപീച്ച്മെന്റ് ആശയം നമ്മൾ കടമെടുക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് ഇംപീച്ച്മെന്റ് എന്ന ആശയം നമ്മൾ കടമെടുക്കുന്നത്. ആർട്ടിക്കിൾ വരുന്നത് 61. അപ്പം മറക്കണ്ട, സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ രാഷ്ട്രപതിയൊക്കെ പുറത്താക്കുന്നത് ഇംപീച്ച്മെന്റിലൂടെ പാർലമെന്റാണ് പുറത്താക്കുന്നത്. ആർട്ടിക്കിൾ 61. ഇങ്ങനെ ഒരു ആശയം നമ്മൾ കടമെടുത്തത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ് ഇംപീച്ച്മെന്റ് ആശയം നമ്മൾ കടമെടുത്തുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കുക. ഇനി ഇന്ത്യയിൽ ആരെങ്കിലും ഇതേവരെ ഇംപീച്ച്മെന്റ് ആയിട്ടുണ്ടോ? ഓർത്തു വയ്ക്കുക, നോബഡി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആരും ഇതേവരെ ഇംപീച്ച്ഡ് ആയിട്ടില്ല. ബട്ട് 2 പേഴ്സൺ ഇൻ ഇന്ത്യ ടു ഫേസ് ഇംപീച്ച്മെന്റ്. ഇന്ത്യയിൽ ഇംപീച്ച്മെന്റിലൂടെ ആരും പുറത്തായിട്ടില്ല. പക്ഷേ 2 ആളുകൾ ഇന്ത്യയിൽ ഇതേവരെ ഇംപീച്ച്മെന്റ് നേരിട്ടുണ്ട്. അതിലൊന്ന് ജസ്റ്റിസ് രാമസ്വാമിയാണ്. ആരാണ്? ജസ്റ്റിസ് രാമസ്വാമി, തമിഴ്നാട് ഹൈക്കോടതി. അദ്ദേഹം ഇംപീച്ച്മെന്റ് നേരിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം റിസൈൻ ചെയ്യുന്നത്. രണ്ടാമത് ഈ റീസെൻ്റ്ലിയാണ് നമ്മുടെ കൽക്കട്ട ഹൈക്കോടതിയിൽ നിന്ന് ജസ്റ്റിസ് ആരാണ് വരുന്നത്? ജസ്റ്റിസ് സൗമിത്ര സെൻ. അദ്ദേഹം ഇംപീച്ച്മെന്റ് ആണ് അവിടെ നേരിട്ട് രാജ്യസഭയിൽ പ്രമേയം പാസ്സായി ലോക്സഭയിൽ പാസ്സാകുന്ന മുന്നേ അദ്ദേഹം രാജിവെച്ചു. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇന്ത്യയിൽ 2 ആളുകളാണ് ഇംപീച്ച്മെന്റ് നേരിട്ടത്, പക്ഷേ ഇതേവരെ ആരും ഇംപീച്ച്മെന്റിലൂടെ പുറത്തായിട്ടില്ല. അപ്പോൾ 2 ആളുകൾ ആരൊക്കെയാണ്? ഒന്ന് പറഞ്ഞ് ജസ്റ്റിസ് രാമസ്വാമി തമിഴ്നാട് ഹൈക്കോടതി, ജസ്റ്റിസ് സൗമിത്ര സെൻ കൽക്കട്ട ഹൈക്കോടതി. ഈ 2 ആളുകൾ മാത്രമേ ഇംപീച്ച്മെന്റ് നേരിട്ടുള്ളൂ. രാഷ്ട്രപതിമാർ ഇന്നേവരെ ആരും ഇംപീച്ച്മെന്റ് നേരിട്ടില്ല. ഭരണഘടനാ ലംഘനം ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഇവരെ ഇംപീച്ച്മെന്റ് പ്രോസസ്സിന് വിധേയരാക്കുക എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി. ആർട്ടിക്കിൾ 61 ഇംപീച്ച്മെന്റ് അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തത്. ഈ ഇംപീച്ച്മെന്റിലൂടെയാണ് നമ്മുടെ രാഷ്ട്രപതിയെയും ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജിമാരൊക്കെ പുറത്താക്കുന്നത് പാർലമെന്റാണെന്ന കാര്യം കൂടി ഓർത്തു വയ്ക്കുക. ഇനി ഇന്ത്യയിൽ ഇന്നവരാരും ഇംപീച്ച്മെന്റിൽ വിധേയരായിട്ടില്ല. ദാറ്റ് ഇസ് ഇംപീച്ച്മെന്റിൽ പുറത്തായിട്ടില്ല, റിപ്ലേസ് ചെയ്യപ്പെട്ടില്ല. 2 ആളുകൾ മാത്രമാണ് ഇംപീച്ച്മെന്റിൽ നേരിട്ട ആളുകൾ. 1 രാമസ്വാമി തമിഴ്നാട് ഹൈക്കോടതി, 2 ജസ്റ്റിസ് സൗമിത്ര സെൻ കൽക്കട്ട ഹൈക്കോടതി. ക്ലിയർ ആയിരിക്കുമല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഒന്നാമത്തെ ചോദ്യം, ഓർത്തു വയ്ക്കുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇക്കണോമിക്സ് എന്ന ചോദ്യമാണ്. ഏത് കമ്മീഷൻ ശുപാർശ പ്രകാരമാണ് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിക്കപ്പെട്ടുള്ളത്? ഏത് കമ്മീഷൻ ശുപാർശ പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിക്കപ്പെട്ടുള്ളത്? ഓർത്തുക, 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ, എന്താ പറയുക, 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ ശുപാർശ പ്രകാരമാണ് 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 1935 ഏപ്രിൽ 1 നമ്മുടെ റിസർവ് ബാങ്ക് രൂപം കൊണ്ടത്. മറക്കണ്ട,
1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ ശുപാർശ പ്രകാരമാണ്. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപം കൊണ്ടത്. പിന്നീട് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വന്നു. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വന്നപ്പോഴും ആ ആക്ടിലും പ്രധാനപ്പെട്ട ശുപാർശ ഒന്നായിരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും അതോടൊപ്പം തന്നെ ഫെഡറൽ ബാങ്കും ഫെഡറൽ കോർട്ടും, അങ്ങനെ പറയാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും അതോടൊപ്പം തന്നെ സുപ്രീം കോർട്ടും. അപ്പോൾ അന്ന് 35 ആക്ട് പ്രകാരം ഫെഡറൽ ബാങ്കും ഫെഡറൽ കോർട്ടാണ്. അങ്ങനെ 35 ഈ കൽക്കട്ടയിൽ രൂപീകരിച്ച ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ 35 ആക്ട് പ്രകാരം 37 അത് എവിടേക്ക് മാറുന്നു? മുംബൈയിലേക്ക് മാറ്റുന്നു. പറഞ്ഞൊരു തവണ കൂടി പറയാം. 26 ഹിൽട്ടൺ യങ് കമ്മീഷൻ ശുപാർശ പ്രകാരമാണ് 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 35 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപം കൊണ്ടത്. അന്ന് അതിൻ്റെ ആസ്ഥാനം എവിടെയായിരുന്നു? കൽക്കട്ടയിലായിരുന്നു. പക്ഷേ പിന്നീട് 35 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം റിസർവ് ബാങ്കിന് ഫെഡറൽ ബാങ്കിന് ശുപാർശ ചെയ്യുന്നു. അത് പ്രകാരം ഈ ബാങ്ക് നമ്മൾ എവിടേക്ക് മാറ്റുന്നു? കൽക്കട്ടയിലേക്ക് 37 മാറ്റുന്നു. അതാണ് ഫെഡറൽ ബാങ്ക്. പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം 1950 ജനുവരി 26 നമ്മൾ അതിൻ്റെ പേര് മാറ്റി എന്താക്കി മാറ്റുന്നു? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേരിലേക്ക് മാറ്റുന്നു. 49 അത് നാഷണലൈസേഷൻ ചെയ്തു. 1949 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസേഷൻ ചെയ്തു. 50 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേരിലേക്ക് അത് മാറുകയും ചെയ്തു. അന്നത്തെ അതിൻ്റെ മൂലധനം എന്ന് പറയുന്നത് 5 കോടി രൂപയായിരുന്നു. റിസർവ് ബാങ്കിൻ്റെ മൂലധനത്തിന് 5 കോടി രൂപയായിരുന്നു, ഓർത്തിക്കുക. ഈ റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ഗവർണർ എന്ന് പറയുന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ എന്ന് പറയുന്നത് ആരായിരുന്നു? ഓസ്ബോൺ സ്മിത്ത് എന്ന് പറഞ്ഞ ഇംഗ്ലീഷുകാരനായിരുന്നു. പക്ഷേ ഇന്ത്യക്കാരനാകുന്ന ആദ്യത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആയത് CD ദേശ്മുഖാണ്. ആരാണ്? CD ദേശ്മുഖാണ്. ഇപ്പോഴത്തെ ആൾ 25ാമത്തെ റിസർവ് ബാങ്ക് ഗവർണറാണ്. ആരാണ് വരുന്നത്? ശക്തികാന്ത ദാസ്. മറക്കണ്ട, ശക്തികാന്ത ദാസ് 25ാമത്തെ റിസർവ് ബാങ്ക് ഗവർണറാണ്. ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ടുള്ള ആൾ CD ദേശ്മുഖും. അതേസമയം റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ഗവർണർ എന്ന് പറഞ്ഞാൽ ഓസ്ബോൺ സ്മിത്ത് എന്ന് പറഞ്ഞ ഇംഗ്ലീഷുകാരനാണെന്ന കാര്യം കൂടി ഓർത്തു വയ്ക്കുക. ക്ലിയർ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതിന് റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ടൊന്നും മറക്കാതെ പഠിച്ചിരിക്കുക. വൺസ് മോർ ഇങ്ങനെ ഒരു തവണ ഞാൻ പറയുന്നു. എന്താണ് പറയുന്നത്? 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ ശുപാർശ പ്രകാരം 34 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 35 ഏപ്രിൽ 1 രൂപം കൊണ്ടത്. പിന്നീട് 1935 35 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം അത് നമ്മൾ ഫെഡറൽ ബാങ്ക് ആക്കി എവിടേക്ക് മാറ്റുന്നു? 37 മുംബൈയിലേക്ക് അതിൻ്റെ ആസ്ഥാനം മാറ്റുന്നു. 49 നാഷണലൈസേഷൻ ചെയ്യുന്നു. സ്വതന്ത്രം കിട്ടിയ ശേഷം 50 നമ്മൾ അതിൻ്റെ പേര് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേരിലേക്ക് മാറ്റുന്നു. അതിൻ്റെ മൂലധനം 5 കോടി രൂപയാണ്. ആദ്യത്തെ ഗവർണർ എന്ന് പറയുന്നത് ആരാണ്? ഓസ്ബോൺ സ്മിത്താണ്. ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യത്തെ ആൾ CD ദേശ്മുഖാണെന്ന കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. ഇപ്പോഴത്തെ ആൾ 25ാമത്തെ ആളായിട്ടുള്ള ആരാണ്? ശക്തികാന്ത ദാസ് ആണ്. ക്ലിയർ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത്രയും റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ട അതിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്രയും വളരെ ഭംഗിയായിട്ട് പഠിക്കുക. ഹെഡ് ക്വാർട്ടേഴ്സ് മൂവ് ചെയ്യണമെന്ന് അറിയാലോ, അതും പഠിച്ചു വയ്ക്കുക. ക്ലിയർ ആയില്ലേ? അപ്പോൾ രണ്ടാമത്തെ ചോദ്യം റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു. അത് എക്കണോമിക്സിലാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം കേരള ഹിസ്റ്ററിയിൽ നിന്ന്, കേരള സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നുള്ളൊരു ചോദ്യമാണ് മൂന്നാമത്തെ ചോദ്യം. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണെന്നാണ് ചോദ്യം. ഓർത്ത് വയ്ക്കുക. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം നമുക്കറിയാം ഏതാണ്? പയ്യന്നൂരാണ്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായ പയ്യന്നൂരാണ് രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത്. നമുക്കറിയാം കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് 1930 ഏപ്രിൽ 13 ആരംഭിക്കുന്നത്. ഏപ്രിൽ 13 ആരംഭിച്ച് ഏപ്രിൽ 21 പയ്യന്നൂർ കടപ്പുറത്തെത്തി ഉപ്പ് സത്യാഗ്രഹം ആരംഭിക്കുന്നത്. അത് ഇനോഗ്രേഷൻ ചെയ്യുന്നത് കേളപ്പനായിരുന്നു അവിടെ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലീഡർ. അപ്പോൾ പയ്യന്നൂർ ഓർത്തിക്കുക. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ്. ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട വേദിയാണ്. 1930 ഏപ്രിൽ 13 ആരംഭിച്ച് 21 പയ്യന്നൂർ കടപ്പുറത്തെത്തി ഉപ്പുണ്ടാക്കി ഉപ്പ് നിയമം ലംഘിക്കുന്നത്. ഓർത്തു വയ്ക്കുക. കേളപ്പൻ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. അതോടൊപ്പം തന്നെ ആ ഉപ്പ് സത്യാഗ്രഹത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗാനമാണ് നമുക്കറിയാം ഏതാണ്? വരിക വരിക സഹചരെ സഹന സമര സമയമായി എന്ന് പറഞ്ഞ ആ ഒരു സോങ് ഉപ്പ് സത്യാഗ്രഹത്തിൽ അല്ലെങ്കിൽ ദണ്ഡി മാർച്ചിലെ ഗാനം നമ്മൾ ഗാന്ധിയിലെ പറയാറില്ലേ? അതേപോലെ തന്നെ കേരള സത്യാഗ്രഹത്തിലെ ഉപ്പ് സത്യാഗ്രഹ ഗാനമായിരുന്നു വരിക വരിക സഹചരെ. അത് കമ്പോസ് ചെയ്ത ആൾ അംശി നാരായണ പിള്ളയാണ്. ആരാണ്? അംശി നാരായണ പിള്ളയാണ്. ലീഡർഷിപ്പ് ആരായിരുന്നു? കേളപ്പനാണ്, മറക്കരുത്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കേളപ്പനാണ്. ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ നേതാവാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നു. കേരള ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ്. കേരള ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ KPCC പ്രസിഡന്റ് നമ്മൾ പറയാറില്ലേ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആരായിരുന്നു? INC പ്രസിഡന്റ്. അപ്പോൾ നമ്മൾ പറയും ആരാ പറയുക? JB കൃപലാനി. അതോടൊപ്പം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ KPCC കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി KPCC അധ്യക്ഷനായിരുന്നു കേളപ്പനാണ്. ഐക്യ കേരള പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്നതും കേളപ്പൻ. നമുക്കറിയാം ഐക്യ കേരള പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ മീറ്റിംഗ് എന്ന് പറയുന്നത് തൃശ്ശൂരായിരുന്നു. അതിന് അധ്യക്ഷ സ്ഥാനം വഹിച്ചതും കേളപ്പനായിരുന്നു. അപ്പോൾ ഇത്രയും വളരെ പ്രശസ്തനായിട്ടുള്ള കേളപ്പൻ, ആ കേളപ്പൻ്റെ നേതൃത്വത്തിലുള്ള ഉപ്പ് സത്യാഗ്രഹം നടന്ന പയ്യന്നൂരാണ്. ആ പയ്യന്നൂരിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? രണ്ടാം ബർദോളി എന്ന് പറയുന്നത്. ക്ലിയർ ആയിരിക്കുമല്ലോ. അപ്പോൾ രണ്ടാം ബർദോളി മറക്കണ്ട. പയ്യന്നൂരാണ്. ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രമാണ്.
എന്നോർക്കുക. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഗാനമാണ് വരിക വരിക സഹചരെ. സഹന സമര സമയമായി ആരാണ് കമ്പോസ് ചെയ്തത്? അംശി നാരായണ പിള്ളയാണെന്ന് ഓർത്തിക്കുക. ഗാന്ധിയുടെ ദണ്ഡി മാർച്ചിലെ ഗാനമാണെങ്കിൽ നമുക്കറിയാം ഏതാണ്? രഘുപതി രാഘവ് രാജാറാം. അത് കമ്പോസ് ചെയ്താരാം? വിഷ്ണു ദിഗംബർ പലുസ്കർ എന്ന് പറയുന്ന വ്യക്തിയാണ്. വിഷ്ണു ദിഗംബർ പലുസ്കറാണ് രഘുപതി രാഘവ് രാജാറാം കമ്പോസ്. ഇവിടെ വരിക വരിക സഹചരെ അംശി നാരായണ പിള്ള. ലീഡ് ചെയ്താരാന്ന് പറഞ്ഞാൽ കെ കേളപ്പനാണ്. കേരള ഗാന്ധിയാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആളാണ്. കേരള ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ പിതാവാണ് എന്നൊക്കെ ഓർത്ത് വയ്ക്കണം. ഐക്യ കേരള പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ്. ഇതെല്ലാം ആരാണ്? കെ കേളപ്പൻ കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ KPCC പ്രസിഡന്റും കെ കേളപ്പനായിരുന്നു കാര്യം ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതാണ് രണ്ടാം ബർദോളി എന്ന് പറയുന്നത്. പയ്യന്നൂർ. ക്ലിയർ ആക്കി. ഇനി നമ്മൾ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. പ്രിൻസ് ഓഫ് വർക്കേഴ്സ് എന്നറിയപ്പെടുന്ന ഇത് ആരാണ്? പ്രിൻസ് ഓഫ് വർക്കേഴ്സ് എന്ന് വെച്ചാൽ തൊഴിലാളികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഓർത്ത് ഇങ്ങനൊരു ചോദ്യം വളരെ ഭംഗിയായിട്ടുള്ളൊരു ചോദ്യം. കാരണം ഇതൊരു കട്ട് ചെയ്ത് വന്ന ചോദ്യം. ഇത് റിയലി ഇങ്ങനെയല്ല. ഡയമണ്ട് ഓഫ് ഇന്ത്യ, ജുവൽ ഓഫ് മഹാരാഷ്ട്ര ആൻഡ് പ്രിൻസ് ഓഫ് വർക്കേഴ്സ് എന്ന് പറയാം. ഡയമണ്ട് ഓഫ് ഇന്ത്യ, ജുവൽ ഓഫ് മഹാരാഷ്ട്ര, പ്രിൻസ് ഓഫ് വർക്കേഴ്സ് ഇങ്ങനെ വരിക എന്നറിയപ്പെടുന്ന ആരാണ്? അത് കട്ട് ചെയ്തിട്ടാണ് PSC ചോദിച്ചത്. പ്രിൻസ് ഓഫ് വർക്കേഴ്സ് എന്നറിയപ്പെടുന്നതാണ്. ഓർത്ത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് എന്ത്? പ്രിൻസ് ഓഫ് വർക്കേഴ്സ്. അപ്പോൾ റിയലി ഓർത്ത് വയ്ക്കുക, അത് പ്രിൻസ് ഓഫ് വർക്കേഴ്സ് എന്നറിയപ്പെടുന്ന രീതിയിലല്ല റിയലി ആ വാക്ക്. മൊത്തത്തിൽ എങ്ങനെ പറയാം? ഡയമണ്ട് ഓഫ് ഇന്ത്യ, ജുവൽ ഓഫ് മഹാരാഷ്ട്ര ആൻഡ് പ്രിൻസ് ഓഫ് വർക്കേഴ്സ് എന്ന് ഗോഖലെയെ വിളിച്ചതാര് അല്ലെങ്കിൽ വിശേഷിപ്പിച്ചതാര് എന്നാണ് റിയലി ചോദ്യം. അപ്പോൾ അത് ബാലഗംഗാധര തിലകനാണ് നമ്മുടെ ഗോഖലെ എന്ത് വിളിച്ചത്? ഡയമണ്ട് ഓഫ് ഇന്ത്യ, ജുവൽ ഓഫ് മഹാരാഷ്ട്ര ആൻഡ് പ്രിൻസ് ഓഫ് വർക്കേഴ്സ്. പക്ഷേ PSC കട്ട് ചെയ്ത് ചോദിച്ചെന്താണ്? പ്രിൻസ് ഓഫ് വർക്കേഴ്സ് എന്നറിയപ്പെടുന്ന ആരാണ്? അപ്പോൾ ആരാണ്? ഗോഖലെ. ഗോഖലെ അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഗോഖലെ അങ്ങനെ വിശേഷിപ്പിച്ച് ബാലഗംഗാധര തിലകൻ. അപ്പോൾ ഗോഖലെക്കുറിച്ച് നമുക്കറിയാം. എന്താണ് അദ്ദേഹത്തെക്കുറിച്ച്? മിതവാദികളുടെ നേതാവ് എന്നറിയപ്പെടുന്നത്. മിതവാദികളുടെ നേതാവ് എന്നറിയപ്പെടുന്ന ഗോഖലെയാണ്. സെർവൻസ് ഓഫ് ഇന്ത്യ 1905 സെർവൻസ് ഓഫ് ഇന്ത്യ എന്ന സംഘടന സ്ഥാപിച്ചത് ഗോഖലെയാണ്. 1905 സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോഖലെയാണ്. വിഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്നറിയപ്പെടുന്ന ഗോഖലെയാണ്. മിതവാദികളുടെ നേതാവാണ്. ഇതൊക്കെ ഒന്ന് ഓർത്തിക്കുക. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത്. ഇതിനപ്പുറം എന്താണ്? നമ്മുടെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോഖലെയാണെന്ന കാര്യം കൂടി ഇരിക്കുക. അതേസമയം ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു എന്ന് ആരായിരിക്കും? MG റാനഡെ. അത് മറക്കരുത്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോഖലെ. ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു MG റാനഡെയാണ്. ക്ലിയർ ആയിരിക്കുമല്ലോ. ഇനി ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോഖലെ എന്ന് പറഞ്ഞു അല്ലേ? ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരാണെന്ന് ചോദിച്ചാൽ അത് ലിയോ ടോൾസ്റ്റോയാണ്. മറക്കരുത്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോഖലെയാണെങ്കിൽ ഗാന്ധിജിയുടെ ആത്മീയ ഗുരു എന്ന് പറയുന്നത് ലിയോ ടോൾസ്റ്റോയാണ്. ഇനി ഗാന്ധിജിക്ക് രാഷ്ട്രീയ ശിഷ്യനുണ്ട്, രാഷ്ട്രീയ ഗുരുവുണ്ട്, രാഷ്ട്രീയ ഗുരുവുണ്ട്, രാഷ്ട്രീയ ശിഷ്യനുണ്ട്, ആത്മീയ ശിഷ്യനുണ്ട്. അപ്പോൾ ഗാന്ധിയുടെ ആത്മീയ ഗുരു നമ്മൾ പറഞ്ഞാലാണ് ലിയോ ടോൾസ്റ്റോയ്. ഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ഗോഖലെ. ഗാന്ധിയുടെ ആത്മീയ ശിഷ്യൻ എന്ന് പറയുന്നത് ആചാര്യ വിനോബ ഭാവെയാണ്. ഗാന്ധിജിയുടെ ആത്മീയ ശിഷ്യൻ എന്ന് പറയുന്നത് ആചാര്യ വിനോബ ഭാവെയും ഗാന്ധിയുടെ രാഷ്ട്രീയ ശിഷ്യൻ എന്നറിയപ്പെടുന്നത് നെഹ്റുവാണ്. ക്ലിയർ ആയിരിക്കുമല്ലോ. പറഞ്ഞ് മനസ്സിലായിരിക്കുമല്ലോ. എന്ന് വെച്ചാൽ അത് രണ്ട് സ്റ്റേജ് ഉണ്ടെന്ന് അർത്ഥം. കിട്ടിയ ഏറ്റവും ടോപ്പിൽ MG റാനഡെ വരുന്നു. MG റാനഡെ താഴെ വരുന്നത് ആരാണ്? അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഗോഖലെ. ഗോഖലെയുടെ ശിഷ്യൻ ഗാന്ധിജി. അപ്പോൾ ഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോഖലെ. ഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോഖലെ. ഗാന്ധിയുടെ രാഷ്ട്രീയ ശിഷ്യനാണ് നെഹ്റു. ഗാന്ധിയുടെ ആത്മീയ ഗുരുവാണ് ലിയോ ടോൾസ്റ്റോയ്. ഗാന്ധിയുടെ ആത്മീയ ശിഷ്യനാണ് വിനോബ ഭാവെ. ക്ലിയർ ആയിരിക്കുമല്ലോ. സോക്രട്ടീസ് ഓഫ് മഹാരാഷ്ട്ര എന്നറിയപ്പെടുന്നതും ഗോഖലെയാണ്. ക്ലിയർ ആയിരിക്കുമല്ലോ. അപ്പോൾ പറഞ്ഞത്രയുള്ളൂ. ഈ പറഞ്ഞ ഡയമണ്ട് ഓഫ് ഇന്ത്യ, ജുവൽ ഓഫ് മഹാരാഷ്ട്ര ആൻഡ് പ്രിൻസ് ഓഫ് വർക്കേഴ്സ് എന്നറിയപ്പെടുന്നത് ഗോഖലെയാണ്. ഗോഖലെ അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? ബാലഗംഗാധര തിലകനാണെന്ന് ഓർത്തിക്കുക. മിതവാദികളുടെ നേതാവ് എന്നറിയപ്പെടുന്നത് ഗോഖലെയാണ്. മിതവാദികളുടെ നേതാവ് എന്നറിയപ്പെടുന്നത് ഗോഖലെയാണ്. സോക്രട്ടീസ് ഓഫ് മഹാരാഷ്ട്ര, മഹാരാഷ്ട്രയുടെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ഗോഖലെയാണ്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി 1905 സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോഖലെയാണ്. വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്നെല്ലാം അറിയപ്പെടുന്നത് ആരാണ്? ഗോഖലെയാണ്. അപ്പോൾ ഗോഖലെയുമായി ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് പഠിക്കുക. അപ്പോൾ അത് കട്ട് ചെയ്തിട്ടാണ് PSC ചോദിച്ചത്. അത് പഠിക്കുമ്പോൾ അത് മൊത്തത്തിൽ പഠിക്കുക. ഡയമണ്ട് ഓഫ് ഇന്ത്യ, ജുവൽ ഓഫ് മഹാരാഷ്ട്ര ആൻഡ് പ്രിൻസ് ഓഫ് വർക്കേഴ്സ് എന്നറിയപ്പെടുന്നത് ഗോഖലെയാണ്. വിശേഷിപ്പിച്ച ആൾ ബാലഗംഗാധര തിലകനാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ നാലാമത്തെ ചോദ്യം മോഡേൺ ഇന്ത്യയിൽ നിന്നുള്ള ചോദ്യം കിട്ടി. ഇനി അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വീണ്ടും കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയിൽ നിന്നുള്ള ചോദ്യമാണ്. അഞ്ചാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി. നമുക്കറിയാം PSC പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാനെ നിയമിക്കുന്ന ആരാണ്? ഓർക്കുക, PSC പലപ്പോഴും ചോദിക്കാറുണ്ട് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ് അല്ല എസ്റ്റിമേറ്റ് കമ്മിറ്റി എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ ഓർക്കുക, പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയിൽ PSC പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാനെ നിയമിക്കുന്നത് ലോകസഭാ സ്പീക്കറാണ്. ഇനി പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാം. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ്. ടോട്ടലി 22 അംഗങ്ങളാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി. PSCയിൽ എത്രയാണ് ആളുകൾ? 22 അംഗങ്ങളാണ്. അതിൽ 15 ആളുകൾ ലോകസഭയിൽ നിന്നും ബാക്കി 7 ആളുകൾ രാജ്യസഭയിൽ നിന്നാണ്. ടോട്ടലി 22 അംഗങ്ങൾ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുണ്ട്. 15 അംഗങ്ങൾ ലോകസഭയിൽ നിന്നും 7 അംഗങ്ങൾ
രാജ്യസഭയിൽ നിന്നും. ഈ കമ്മിറ്റിയുടെ കാലാവധി എന്നത് 1 വർഷമാണ്. കമ്മിറ്റിയുടെ കാലാവധി എന്നത് 1 വർഷമാണെന്ന് ഓർത്തിരിക്കുക. അതിന് ചെയർമാനെ നിയമിക്കുന്നത് ലോക്സഭാ സ്പീക്കറായിരിക്കും. ഒരു സംശയമുണ്ട്, ലോക്സഭാ സ്പീക്കറായിരിക്കും. ചെയർമാൻ മേ ബി അത് ആരാകാം? ഓപ്പോസിഷൻ ലീഡർ അല്ലെങ്കിൽ ഓപ്പോസിഷൻ പാർട്ടിയിൽ നിന്നായിരിക്കും. മിക്കവാറും ഓപ്പോസിഷൻ പാർട്ടിയിൽ നിന്നുള്ള പ്രതിപക്ഷ പാർട്ടിയിൽ നിന്ന് പ്രതിപക്ഷ പാർട്ടി ലീഡർ ആകാം നിർബന്ധമൊന്നുമില്ല. പ്രതിപക്ഷ പാർട്ടി ലീഡർ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടിയിൽ നിന്നുള്ള ആളായിരിക്കും എപ്പോഴും പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാനാകുന്നത്. ചെയർമാനെ നിയമിക്കുന്നത് ലോക്സഭാ സ്പീക്കറായിരിക്കും എടുത്തിറക്കുന്നുണ്ട്. ഇനി പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്താണ്? പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അവരുടെ കണക്കുകളെ പരിശോധിക്കുക. CAG കാരണം ഇന്ത്യയിലെ മൊത്തം വരവ് ചെലവ് കണക്കുകളൊക്കെ പരിശോധിക്കുന്ന ആരാണ്? CAG ആണ്. ഇന്ത്യയിലെ മൊത്തം വരവ് ചെലവ് കണക്കുകളൊക്കെ പരിശോധിക്കുന്നത് CAG ആണ്. ആ CAGയുടെ കണക്കുകളെ മോണിറ്റർ ചെയ്യുക, അതിന് ഇൻസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആരുടെ ഡ്യൂട്ടി? പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ഡ്യൂട്ടി എന്ന സംഭവം ക്ലിയർ ആയിരിക്കുമല്ലോ. അപ്പോൾ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ഇന്ത്യയിലെ പാർലമെൻറ്റിലെ ഏറ്റവും വലിയൊരു കമ്മിറ്റിയാണ്. വളരെ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ്. 22 അംഗങ്ങളാണ്. 15 അംഗങ്ങൾ ലോകസഭയിൽ നിന്നും 7 അംഗങ്ങൾ രാജ്യസഭയിൽ നിന്നും. ചെയർമാനെ നിയമിക്കുന്നത് ലോക്സഭാ സ്പീക്കറായിരിക്കും. കാലാവധി 1 വർഷമാണ്. ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? ലോക്സഭയിലെ പ്രതിപക്ഷ പാർട്ടിയിൽ നിന്നുള്ള ഒരാളായിരിക്കും. മിക്കവാറും പ്രതിപക്ഷ പാർട്ടി നേതാവായിരിക്കും. ആകണം നിർബന്ധമില്ല എന്ന് ഞാൻ പറഞ്ഞു. മേ ബി ആകാം, അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടിയിൽ നിന്ന് ഒരാളാകാം. ക്ലിയർ അല്ലേ? ഈ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? CAGയുടെ കണക്കുകളെ പരിശോധിക്കുക. നമ്മുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ കണക്കുകൾ പരിശോധിക്കുക. അതാണ് PACയുടെ ഡ്യൂട്ടി. അപ്പോൾ അവിടെ ചോദ്യമുണ്ട്, ഈ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയാണ് ഇത് പരിശോധിക്കുന്നതാണ്. അപ്പോൾ CAG റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആരെയും CAG റിപ്പോർട്ട് ആർക്കാണ് സമർപ്പിക്കുന്നത്? അപ്പോൾ അവർക്ക് ഒരിക്കലും പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിക്കല്ല. CAG തൻ്റെ റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് സമർപ്പിക്കും. രാഷ്ട്രപതി അത് എവിടെ ഇടും? പാർലമെൻറ്റിലിടും. അപ്പോഴാണ് ആര് പരിശോധിക്കുന്നത്? PAC അല്ലെങ്കിൽ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി പരിശോധിക്കുന്നത്. അപ്പോൾ CAGയുടെ റിപ്പോർട്ട് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി പരിശോധിക്കുന്നു എന്നതുകൊണ്ട് CAG തൻ്റെ റിപ്പോർട്ട് ആർക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ PAC എഴുതരുത്. CAG എപ്പോഴും റിപ്പോർട്ട് കൊടുക്കുന്നത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതി പാർലമെൻറ്റിൽ വയ്ക്കുമ്പോഴാണ് ആര് പരിശോധിക്കുന്നത്? PAC പരിശോധിക്കും. ക്ലിയർ ആയിരിക്കുമല്ലോ. അപ്പോൾ ചോദ്യം ഇതാണ്, പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാൻ നിയമിക്കുന്ന ആരാണ്? ലോക്സഭാ സ്പീക്കറാണ്. അവിടെ ഒരു കാര്യം കൂടി ഓർത്തിക്കുക, പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി എന്നുള്ള എസ്റ്റിമേറ്റ് കമ്മിറ്റി ഓൺ പബ്ലിക് ആൻഡ് മിക്കവാറും എല്ലാ പാർലമെൻ്ററി കമ്മിറ്റികളുടെയും ചെയർമാൻമാരെ നിയമിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. എക്സെപ്റ്റ് 3 കമ്മിറ്റി, 3 കമ്മിറ്റികളോട്. ഒന്ന് റൂൾസ് കമ്മിറ്റി, മറ്റൊന്ന് ജനറൽ പർപ്പസ് കമ്മിറ്റി, മറ്റൊന്ന് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി. അതൊക്കെയാണ് റൂൾസ് കമ്മിറ്റി, ജനറൽ പർപ്പസ് കമ്മിറ്റി ആൻഡ് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി. ഈ 3 കമ്മിറ്റികളുടെയും ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? ലോക്സഭാ സ്പീക്കറായിരിക്കും. ക്ലിയർ ആയ? ഈ 3 പാർലമെൻ്ററി കമ്മിറ്റികൾ, അതായത് റൂൾസ് കമ്മിറ്റി, ജനറൽ പർപ്പസ് കമ്മിറ്റി ആൻഡ് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി, ഈ 3 കമ്മിറ്റികളെ ചെയർമാൻ എപ്പോഴും ലോക്സഭാ സ്പീക്കറായിരിക്കും. ഇതൊഴികെ മറ്റെല്ലാ പാർലമെൻ്ററി കമ്മിറ്റികളെയും ചെയർമാൻമാരെ നിയമിക്കുന്നത് ആരായിരിക്കും? ലോക്സഭാ സ്പീക്കറായിരിക്കും. ക്ലിയർ ആയിരിക്കുമല്ലോ. ഓൾ പാർലമെൻ്ററി കമ്മിറ്റി ചെയർമാൻ ഈസ് ഓൾവേസ് അപ്പോയിൻറ്റഡ് ബൈ ലോക്സഭാ സ്പീക്കർ എക്സെപ്റ്റ് 3 പാർലമെൻ്ററി കമ്മിറ്റീസ്, ദാറ്റ് ഈസ് റൂൾസ് കമ്മിറ്റി, ജനറൽ പർപ്പസ് കമ്മിറ്റി ആൻഡ് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി, ദാറ്റ് ഈസ് ഓൾവേസ് ചെയർഡ് ബൈ ലോക്സഭാ സ്പീക്കർ ഹിംസെൽഫ്. ക്ലിയർ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. നമ്മുടെ പൊതുഖജനാവിൻ്റെ കാവൽക്കാരൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു കമ്മിറ്റി കൂടിയാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി. ക്ലിയർ ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ 5 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കഴിഞ്ഞു. 5 പ്രധാനപ്പെട്ട ചോദ്യങ്ങളും 5 വ്യത്യസ്തമായുള്ള സബ്ജക്റ്റുകളിൽ നിന്നാണ്, പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. ആ 5 ടോപ്പിക്കിൽ നിന്നുള്ള 5 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എക്സാമുകൾക്ക് വളരെ ഗുണം ചെയ്യാവുന്ന ഒരു ടോപ്പിക് കൂടിയാണ്. ചോദ്യങ്ങളാണ്, ഉത്തരങ്ങൾ ആവർത്തിക്കുക. ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് പഠിക്കുക. ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റു കാര്യങ്ങളോ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പറായ വാട്സപ്പ് നമ്പറായ 9846298093 എന്ന നമ്പറിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഗൈഡൻസുകളും ഒക്കെ നൽകാവുന്നതാണ്. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് ഇതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുമായി വീണ്ടും കണ്ടുമുട്ടാം. അതിൽ എല്ലാവർക്കും ബൈ പറയുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ ക്ലാസ്സുകൾ കാണുന്നത്, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട കുട്ടികൾക്ക് എന്ന് വെച്ചാൽ PSC പഠിക്കുന്നവരുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള കുട്ടികൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ അറിവ് നേടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതിലെല്ലാവർക്കും ബൈ.